പുടിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ശക്തമായ പ്രതികരണം നടത്തി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉക്രൈന്റെ വിധി സംബന്ധിച്ച ഏതൊരു കരാറിലും അവർ പങ്കാളിയാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2022 പതിനായിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ ഉക്രൈൻ അധിനിവേശത്തിന് ഉത്തരവിട്ടതിനു ശേഷം ഒരു പാശ്ചാത്യ രാജ്യത്തേക്കുള്ള തന്റെ ആദ്യ സന്ദർശനത്തിനായി ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് പുടിൻ അലാസ്കയിലേക്ക് എത്തുന്നത്. യുദ്ധകളത്തിൽ റഷ്യ നേട്ടങ്ങൾ കൈവരിച്ചപ്പോൾ രണ്ട് പ്രസിഡന്റുമാരും നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി ക്രെംലിൻ പറഞ്ഞു. കീവിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് ട്രംപിനെ പുടിൻ പ്രേരിപ്പിക്കുമെന്ന യൂറോപ്യൻ നേതാക്കളുടെ ഭയം വർദ്ധിപ്പിച്ചു. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് ട്രംപ് ശക്തമായി പ്രതികരിച്ചു. ഞാൻ പ്രസിഡന്റാണ്, അദ്ദേഹം എന്റെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നില്ല. ആദ്യത്തെ 2 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 4 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ എനിക്ക് മനസ്സിലാകും നമുക്കൊരു നല്ല മീറ്റിംഗ് ഉണ്ടാകുമോ അതോ മോശം മീറ്റിംഗ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ട്രംപ് വ്യക്തമാക്കി. ഒരു മോശം മീറ്റിംഗ് ആണെങ്കിൽ അത് വളരെ വേഗം അവസാനിക്കും. ഒരു നല്ല മീറ്റിംഗ് ആണെങ്കിൽ വളരെ അടുത്ത ഭാവിയിൽ തന്നെ നമുക്ക് സമാധാനം കൈവരിക്കാൻ പോവുകയാണ്. ഉച്ചകോടി പരാജയപ്പെടാനുള്ള സാധ്യത 4-ൽ 1 മാത്രം. മുൻകാലങ്ങളിൽ ട്രംപ് പുടിനോട് ആരാധന പ്രകടിപ്പിക്കുകയും 2018 ഹെൽസിങ്കിയിൽ നടന്ന ഒരു ഉച്ചകോടിക്ക് ശേഷം വ്യാപകമായ വിമർശനങ്ങൾ നേരിടുകയും ചെയ്തു. യുഎസ് തിരഞ്ഞെടുപ്പുകളിൽ മോസ്കോയുടെ ഇടപെടലിനെ കുറിച്ചുള്ള യുഎസ് ഇന്റലിജൻസിന്റെ റഷ്യൻ നിഷേധങ്ങൾ അദ്ദേഹം അംഗീകരിച്ചതായി തോന്നുന്നു. പുടിനുള്ള പ്രതിഫലമായി അദ്ദേഹം അപലപിച്ച അലാസ്ക ഉച്ചകോടിയിലേക്ക് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ക്ഷണിച്ചില്ല. കൂടാതെ പ്രദേശം കീഴടങ്ങാനുള്ള ട്രംപിന്റെ ആഹ്വാനങ്ങൾ നിരസിച്ചു. പുടിനുമായുള്ള ഒറ്റയ്ക്കൊരു കരാറിലും അന്തിമ തീരുമാനമെടുക്കില്ലെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. സെലൻസ്കിയുമായി ഒരു ത്രികക്ഷി ഉച്ചകോടി നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഒരുപക്ഷെ അതിനുശേഷം ഉടൻ തന്നെ അലാസ്കയിൽ വെച്ചും അദ്ദേഹം വ്യക്തമാക്കി. രണ്ടാമത്തെ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതായിരിക്കും, കാരണം അത് അവർ ഒരു കരാറിൽ ഏർപ്പെടുന്ന ഒരു കൂടിക്കാഴ്ചയായിരിക്കും. കാര്യങ്ങൾ തമ്മിൽ പിളർത്തുക എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ഒരു പരിധിവരെ അത് മോശം പദമല്ലെന്നും ട്രംപ് ഫോക്സ് ന്യൂസ് റേഡിയോയോട് വ്യക്തമാക്കി. ഉക്രൈന് സുരക്ഷാ ഗ്യാരണ്ടി ഉറപ്പാക്കാൻ ആവശ്യമായ ഭാവി കരാറിനെ കുറിച്ച് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ ഉക്രൈനിയൻ നാറ്റോ അംഗത്വം നൽകാതിരിക്കാനുള്ള റഷ്യയുടെ നിലപാടിനെ ട്രംപ് മുൻപ് പിന്തുണച്ചിരുന്നു. ജനുവരിയിൽ വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തി 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും ട്രംപ് വീമ്പിളക്കിയിരുന്നു. എന്നാൽ പുടിനോടുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനങ്ങളും ഇളവുകൾ സ്വീകരിക്കാൻ സെലൻസ്കിയുടെ മേൽ കടുത്ത സമ്മർദ്ദവും റഷ്യൻ നേതാവിനെ ചലിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. പുടിൻ തന്റെ തീരുമാനങ്ങൾ അവഗണിക്കുന്നത് തുടർന്നാൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. റഷ്യയുടെ അധിനിവേശത്തിനു ശേഷമുള്ള നയതന്ത്രം തടവുകാരെ കൈമാറുന്നതിനപ്പുറം കരാറുകൾ ഉറപ്പാക്കുന്നതിൽ വലിയ തോതിൽ പരാജയപ്പെട്ടു. തുല്യ എണ്ണം റഷ്യൻ യുദ്ധ തടവുകാരെ നൽകുന്നതിന് പകരമായി 84 തടവുകാരെ ഉക്രൈനിലേക്ക് തിരിച്ചയച്ചതായി റഷ്യ വ്യാഴാഴ്ച അറിയിക്കുകയും ചെയ്തു. ഈ യുദ്ധം അമേരിക്കയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതായി തെളിഞ്ഞു. പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ ഒരു വോട്ടെടുപ്പ് കണ്ടെത്തിയത് 59% അമേരിക്കക്കാർക്കും ഈ വിഷയത്തിൽ ട്രംപിന്റെ വിവേകത്തിൽ വിശ്വാസമില്ലെന്നാണ്. പർവ്വതങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന നങ്കൂരമിട്ട സ്ഥലത്ത് പുടിനെ അപലപിച്ചുകൊണ്ടുള്ള ബോർഡുകൾ ടൗൺ തെരുവുകളിൽ സ്ഥാപിച്ചിരുന്നതൊഴിച്ചാൽ അത് ആഗോള ശ്രദ്ധാകേന്ദ്രമാണെന്നതിന്റെ സൂചനകൾ വളരെ കുറവാണ്. അവിടെ ആളുകൾ ഉച്ചകോടിയെക്കുറിച്ച് സമ്മിശ്ര അഭിപ്രായങ്ങളും നൽകി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.